വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്നും പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കണമെന്നും രമേശ് ചെന്നിത്തല കോട്ടയത്ത് ആവശ്യപ്പെട്ടു. വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാതെ ഇടതുമുന്നണി അവരെ പിന്തുണയ്ക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് CPI സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുമുന്നണി കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴുണ്ടായ അനുഭവം ജനം കണ്ടതാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത് വലിയ മണ്ടത്തരമായിരിക്കും. പ്രിയങ്ക രാഹുലിനേക്കാൾ ഭൂരിപക്ഷം നേടി വിജയിക്കും. രാഹുൽ വയനാട് ഒഴിയുന്നത് വേദനാജനകമാണെന്നും രാഷ്ട്രീയ സാഹചര്യമാണ് ഒഴിയൽ അനിവാര്യമാക്കിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രിയങ്ക മത്സരിക്കണമെന്നത് ജനാഭിലാഷമാണ്. പ്രിയങ്കയുടെ വരവ് ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ചെന്നിത്തല അവകാശപ്പെട്ടു. വടക്കേ ഇന്ത്യയിൽ BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം റായ്ബറേലിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം UPയിൽ ഉത്തർപ്രദേശിൽ ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത്. അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ ആ തീരുമാനം പ്രഖ്യാപിച്ചത്. പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായി. എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത് ഈ കാര്യമായി. അപ്പൊ ജനങ്ങളുടെ വികാരവും UDF പ്രവർത്തകരുടെ വികാരവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തത്. അതിനെ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള ദൂരവ്യാപകമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളിലും പ്രത്യേകിച്ച് UDF പ്രവർത്തകരിലും വലിയ ആവേശമാണ് ഇന്നലത്തെ തീരുമാനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് അവിടെ പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നു. കഴിഞ്ഞ തവണയും അവർ മത്സരിച്ചു. അനുഭവം എന്താണ് എന്ന് ജനങ്ങൾ കണ്ടതാണ്. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാസ്തവത്തിൽ അവർ പ്രിയങ്ക ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടതാണ്. അതിന് പകരം അവർ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനമാണെങ്കിൽ അത് അടുത്തൊരു ഹിമാലയൻ ബ്ലണ്ടറാകും എന്ന കാര്യത്തിൽ സംശയമാണ്.